നിങ്ങൾ തന്നെ നിങ്ങളെ പിന്നാലെ പോയിട്ട് ആഖിറം പ്പെടുത്തുന്നവർ അവര് ബുദ്ധി പണയം വെക്കുന്നതിനായി അവരും ആഖിറത്തിൽ വെച്ച് കൈകടിച്ചു പോകും കേട്ടോ. എന്നാ മൗലവി എന്താ, മുജാഹിദീങ്ങൾ എന്താ സലാത്തിനെ കുറിച്ച് പറയുന്നത്? മൗലവിമാര് പറയുന്ന സലാത്ത് ചൊല്ലുന്നത് എന്തിനാണെന്നറിയോ? മുഹമ്മദ് നബിക്ക് ആഖിറത്തിൽ രക്ഷ കിട്ടാനാണ്. ഇങ്ങനെ നമ്മൾ സലാത്ത് ചെയ്യുന്നത്, മുജാഹിദീകൾ എന്തിനാ സലാത്ത് ചെയ്യുന്നത്? മുഹമ്മദ് നബി അങ്ങ് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കാണ്. ഓ, മുജാഹിദീങ്ങളെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നബിന്റെ കാര്യം സങ്കടം തന്നെ കേട്ടോളെ. ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ല, സ്ക്രീനിൽ വെക്കുമല്ലേ അൽമനാറ് വായിച്ചു കേൾപ്പിച്ച മുജാഹിദിന്റെ പത്രം പറയുന്നു, റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. എങ്ങനെ? റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. ആരായി നമ്മള്? മുജാഹിദീങ്ങളോട് നബി പറഞ്ഞത് പരലോകത്ത് രക്ഷിക്കാൻ വേണ്ടി, രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണോന്ന്. മുജാഹിദീങ്ങളോട് കാരണം ഉത്തരം കിട്ടുന്നൊരു കൂട്ടരല്ലേ നബി ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിലോ? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ കാണിച്ചു. ഇടമുട്ടത്തുനിന്ന് മൗലവിയോട് ഇവർക്ക് നേരെയും ചോദിച്ചു, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുബദ്. അതാണ് അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുബദ്. അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു എന്നൊരു മൗലവി വാദപ്രവാദത്തിന്. ഞാൻ ചോദിച്ചു, അതിന് അള്ളാഹുവിന്റെ റസൂൽ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ. കാരണം ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്കിന് ജാറുണ്ടാക്കലും കുപ്പുണ്ടാക്കലൊക്കെ വിഗ്രഹാക്കലാണ്, കിടത്തിയ വിഗ്രഹമാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂലുള്ളാഹിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മദീനത്ത് ഇത്ര വലിയ കുമ്പയും ജാറൊക്കെ എങ്ങനെ വന്നു? എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ദുആക്ക് ഉത്തരം കിട്ടും നിങ്ങൾ സാധനം പറയാറുണ്ടല്ലോ, പിന്നെ അതിനെന്ത് മേനെയാണ് ചോദിച്ചു. അവൻ മൗലവിന്റെ മുണ്ടിയില്ല, ഇടമുട്ടം മുട്ടിയല്ലേ. അപ്പൊ അതുപോലെ മൗലവിമാരിപ്പോ പറഞ്ഞു കേട്ടോ, നിങ്ങൾ റസൂലിന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടത്. സലാത്ത് ചൊല്ലുമ്പോൾ, സലാത്ത് വാർഷികം ആഘോഷിക്കുമ്പോൾ, പാട്ടും കുത്തും കേൾക്കുമ്പോൾ ഈ വസ്തുതകൾ മനസ്സിരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ സലാത്ത് ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിരുത്തേണ്ടത് എന്താണ്? മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതാണ് മുജാഹിദിന്റെ അൽമനാറ് 1999 മാർച്ചിൽ എഴുതി വെച്ചത്. ഈ റസൂലുള്ളാഹിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നും അതാണ് സലാത്ത് എന്നും പറയുന്ന മുജാഹിദ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് മൗലവിനെ കൊണ്ട് ഏത്തയിടിച്ചു. നാദാപുരത്ത് വന്ന മൗലവി പറയുന്നു, നബിയുടെ ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്. അതെ, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ പൊളിച്ചെഴുത്താൻ ഞാൻ കാണിക്കുന്നത്. ഇവിടെ നാദാപുരത്ത് പ്രസംഗിച്ചിട്ട് നമ്മളെ മൗലവിമാര് സിലായി പത്രത്തിൽ എന്നെ പരിഹസിക്കാതെ ഇയാള് പറയുന്നത് 25 കൊല്ലമായി ഞാൻ മുജാഹിദിനെ പ്രസംഗിക്കുന്നു, എന്നിട്ട് മുജാഹിദിന് എന്താ സംഭവിച്ചതാ ഞാൻ കാണിക്കാൻ പോകുന്നത്. നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത് എന്ന് എഴുതിയ നിങ്ങളെ കൊണ്ട് നാദാപുരത്ത് വെച്ച് പറയിപ്പിച്ചു ശഫാഅത്തിന് വേണ്ടിയാണ്. കേൾക്കട്ടെ, അവിടെ ഒരു കാര്യം ഒരു മിനിറ്റ് ഒന്നുകൂടി നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അയാൾ ആ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട് നബിക്ക് ആഖിറത്തിൽ വെച്ച് സമ്മതം കിട്ടും, ഒരു ശഫാഅത്തുണ്ടാവും. ആ ശഫാഅത്ത് കിട്ടാനാണ്. എന്തിനാണെന്നറിയോ? ഇവിടുന്ന് റസൂലുള്ളാഹിക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നും അധികാരമില്ല എന്ന് വരുത്തി തീർക്കാനാ. അത് നിങ്ങളതിന്റെ ഇടയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞതാ. പറ്റോ? കണ്ടോ? ശഫാഅത്ത് കിട്ടണമെങ്കിൽ മൗലവി മൗലായ മുഴുവനും ചൊല്ലിക്കും നിങ്ങളെ കൊണ്ട്.